തീർച്ചയായും ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. ഫാമിലിയൊക്കെ നല്ല അടിപൊളി അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ്. ലേബർ കോസ്റ്റ് ആണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും എല്ലാം അവര് തന്നത്. വളരെയധികം ഹാപ്പിയാണ്. പുതിയതായിട്ട് വീട് മേടിക്കുന്ന എല്ലാവരുടെയും ഒരാഗ്രഹമാണ് എത്രയും പെട്ടെന്ന് അതിന്റെ പണിയൊക്കെ തീർത്ത് അങ്ങോട്ടേക്ക് താമസം മാറുക എന്നുള്ളത്. പക്ഷേ പല പണിക്കാരെ കിട്ടേണ്ടത് കൊണ്ട് തന്നെ സമയബന്ധിതമായിട്ട് ഈ പണി തീർക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനൊരു പരിഹാരമാണ് വീടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഓൾ ഇൻ വൺ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന വാട്ടർഫോർഡുള്ള ആദി പ്രോപ്പർട്ടീസിനെയും അതുപോലെ തന്നെ അവർക്ക് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ബ്ലൂ ചിപ്പ് മാറ്റ് ആൻഡ് ഗ്ലോസിയെയും അതുപോലെ തന്നെ അവർ പണി ചെയ്ത് തീർത്ത ഈ വീട്ടിലെ അനീഷിനെയൊക്കെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അനീഷ നമസ്കാരം. നമസ്കാരം. നല്ല വീട്, അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അനീഷിന് ഈ വീട് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്തൊക്കെ പണികൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു? ഓൾമോസ്റ്റ് ഒരു 60% പണികളാണ് തീർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 67% വരെയൊക്കെയുള്ളൂ. ബാക്കിയുള്ള ഫുൾ ആയിട്ട് പണികൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യേണ്ടതായിരുന്നു. ഫ്ലോറിങ്, കബോർഡ് വർക്കുകൾ, കർട്ടൻ, അങ്ങനെയുള്ള. ഈ ഫ്ലോറിംഗ് എന്ന് പറയുമ്പോൾ താഴത്തെ മുകളിലത്തെയും ഫ്ലോറിംഗ് ഉണ്ടോ? താഴത്തെ ഫ്ലോറിങ്, മുകളിലത്തെ ഫ്ലോറിങ്, പിന്നെ സ്റ്റെയർ ഉൾപ്പെടെ കബോർഡുകൾ ഉൾപ്പെടെയുള്ള പണികളെല്ലാം നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ ടോയ്ലറ്റിന്റെ ടൈൽസും കാര്യങ്ങളൊക്കെയോ? ടോയ്ലറ്റ് ടൈൽസ് ഉണ്ടായിരുന്നു. ഒരു ലോ ക്വാളിറ്റി ഉള്ള ഒരു ടൈൽസ് ആണ് ഫ്ലോറിലുണ്ടായിരുന്നത്. ഫ്ലോർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ടൈൽസ് ഫുൾ ആയിട്ട് മാറ്റിയിട്ട് നമ്മൾ ചെയ്തത്. പെയിന്റിങ് അത് അവർ ചെയ്തു തന്നായിരിക്കും അല്ലെ? പെയിന്റിങ് ഉണ്ടായിരുന്നു. പിന്നെ പ്ലംബിംഗ് ബന്ധമായിട്ട് എന്തെങ്കിലും എക്സ്ട്രാ? പ്ലംബിംഗ് അത്യാവശ്യമുള്ള ടാപ്പും അത്യാവശ്യം വാഷ് ബേസിൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ മാറ്റിയിട്ട് വാർഡ്രോപ്പുള്ള ഇത് വെച്ചതാണ് ചെയ്തത്. അപ്പൊ അതെല്ലാം നമ്മുടെ അവരാണ് മീൻസ് കൂടുതലും ചെയ്തത്. വർക്കുകളും കംപ്ലീറ്റ് ആയിട്ട് ചെയ്തത് ആദി പ്രോപ്പർട്ടീസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം, വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ആണ് നിങ്ങളിവിടെ. ഈ TV യൂണിറ്റും അതുപോലെ തന്നെ പാനലിംഗും ഒക്കെ. അപ്പൊ ഇതൊക്കെ ആരാണ് ചെയ്തത്? നമ്മൾ ഈ ബോക്സ് റെഡിമെയ്ഡ് നമ്മൾ വേറെ വാങ്ങിച്ചതാണ്. ഈ ബോക്സ് കള്ളിയായിട്ടുള്ള ബോക്സ് മാത്രം നമ്മൾ സെപ്പറേറ്റ് വേറെ വാങ്ങിച്ചതാണ്. പിന്നെ പാനൽ എല്ലാം ചെയ്ത് ആദി പ്രോപ്പർട്ടീസിന്റെ ആണ്. അതുപോലെ ഈ പ്രയർ യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തതും, പ്രയർ യൂണിറ്റിന്റെ ലൈറ്റ്, ബാക്കിയുള്ള ഫിറ്റിംഗ്സ് എല്ലാം ചെയ്തത് ആദി പ്രോപ്പർട്ടീസ് തന്നെയാണ്. ഓക്കെ. പക്ഷെ എന്തുകൊണ്ടും അല്ലേ, വളരെ നന്നായിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. നമുക്കറിയാം, ഒരു വീട്ടിലേക്ക് ആദ്യം ലിവിംഗ് റൂമിലേക്ക് കയറി വരുമ്പം തന്നെയുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾക്കും ചെയ്യാം. ഓവറോൾ അനീഷ് ഇവരുടെ വർക്കിൽ ഹാപ്പിയാണോ? എങ്ങനെയാണ് ഫീഡ്ബാക്ക്? എന്നാ തീർച്ചയായും ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഞാൻ വീടിന്റെ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് വീടുകൾ പോയി കാണും, ഷോപ്പുകളിൽ പോയി കാണും ഒക്കെ ചെയ്തായിരുന്നു. നല്ല കസ്റ്റമർ കെയർ ആയിരുന്നു. നല്ല ഒരുവിധം എല്ലാവിധ ഒരുപാട് അവരുടെ മെറ്റീരിയൽസ് ഉണ്ട്. അതായത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ചോയ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ അവരെ തന്ന കസ്റ്റമർ കെയർ വർക്കും. വാട്ടർഫോർഡ് ആയിരുന്നു അതോ ഡബ്ലിൻ പോയിരുന്നു? ഞാൻ ഡബ്ലിനിൽ പല ഷോപ്പുകൾ അന്വേഷിച്ചായിരുന്നു, നോക്കിയായിരുന്നു. വാട്ടർഫോർഡ് പല ഷോപ്പുകൾ നോക്കി. അതിന് ശേഷമാണ് ലാസ്റ്റ് ഫൈനലി ഈ മാറ്റ് ആൻഡ് ഗ്ലോസി ചൂസ് ചെയ്തത്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. ഫാമിലിയൊക്കെ നല്ല അടിപൊളി ടൈല്. അതുപോലെ ആദ്യം അവരുടെ വർക്കും എങ്ങനെയുണ്ടായിരുന്നു ഓവറോൾ? നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ലേബർ കോസ്റ്റ് ആണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും എല്ലാം അവർ തന്നത്. വളരെയധികം ഹാപ്പിയാണ്. ഓക്കെ. അപ്പൊ ഇതാണ് ആദി പ്രോപ്പർട്ടീസിന്റെ ഉടമ മനോജേട്ടൻ. ഇവിടെ വാട്ടർഫോളിൽ താമസമാണ്. മനോജേട്ടാ, നിങ്ങളുടെ ഈ കമ്പനി അല്ലെങ്കിൽ ഇത് രജിസ്റ്റേർഡ് ആണോ? ഇപ്പം ഏകദേശം 1 വർഷമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഏകദേശം ഞാനിവിടെ വന്നിട്ട് അയർലൻഡിൽ വന്നിട്ട് ഏകദേശം 8 വർഷത്തോളമായി. ഏകദേശം 6 വർഷമായിട്ട് ഈ ഫീൽഡിലാണ്. ചെറിയ മെയിൻ്റനൻസും കാര്യങ്ങളുമായിട്ടൊക്കെ മലയാളികളെയൊക്കെ ഇടയ്ക്കുണ്ട് ഉണ്ടായിരുന്നു. ഇപ്പം വർക്കുകൾ കൂടിയപ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പോൾ ഗ്ലോസി എന്നുള്ള ബ്ലൂ ചിപ്പിൻ്റെ ആൾക്കാരോട് ചേർന്ന് ഞങ്ങൾ ഒന്നിച്ചാണ് ഇപ്പം വർക്കുകൾ മുന്നോട്ട് പോകുന്നത്. അവരെടുക്കുന്ന വർക്കുകൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നു. AZ വർക്കുകളാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു വീട് കിട്ടിക്കഴിഞ്ഞാൽ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പം പ്ലംബിങ് ആയാലും സാനിറ്ററി ഐറ്റങ്ങൾ റിമൂവ് ചെയ്തിട്ട് പിടിപ്പിച്ച് കൊടുക്കും. പിന്നെ അതിൻ്റെ മിറർ, ഒരു ബാത്റൂമിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ അതേപോലെ പ്രയർ യൂണിറ്റ് ഒരു കസ്റ്റമർ ചോദിക്കും എങ്ങനെ ചെയ്യാൻ പറ്റും, അത് എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും. ഏകദേശം ഒരു 6-7 അടുത്ത് ഞാൻ ചെയ്തു കൊടുത്തു. എല്ലാവർക്കും ഹാപ്പിയാണ്. ഇതും കണ്ടിട്ട് ഒത്തിരി. അതുപോലെ തന്നെ ഒരു വീട്, ഇതുപോലെ ഒരു പുതിയ വീടിന്റെ വർക്ക് A to Z നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഏകദേശം എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം? ഏകദേശം ഒരു 2 വീക്സിനുള്ളിൽ നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുക്കും. നിങ്ങൾ മാറ്റ് ആൻഡ് ഗ്ലോസിൽ നിന്ന് അവരുമായിട്ടുള്ള ഒരു ടൈപ്പിലാണല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പം അവിടെ നിന്ന് ഈ ഫുൾ സേവനം, അതായത് ടൈൽ എടുക്കുകയും നിങ്ങൾക്ക് പണിയേൽപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ കൊടുക്കുന്ന ആൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബെനിഫിറ്റോ ഡിസ്കൗണ്ടോ എന്തെങ്കിലും കൊടുക്കുന്നു? തീർച്ചയായും മാറ്റ് ആൻഡ് ഗ്ലോസിൽ നല്ലൊരു ഡിസ്കൗണ്ട് ആണ്. ടൈൽസ് തന്നെ നല്ലൊരു ഡിസ്കൗണ്ട് കൊടുക്കും. പിന്നെ നമ്മുടെ വർക്ക് ഒന്നിച്ച് അവർ എടുക്കുന്നുണ്ട്. നമ്മുടെ വർക്കിൽ അവർക്ക് നല്ലൊരു ഇത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് എല്ലാ വർക്കും ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ഹാപ്പിയാണ്. നമ്മൾ ഈ റേഡിയേറ്റർ ഇപ്പോൾ അത് എനിക്ക് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഇല്ല, എനിക്ക് അതിനുള്ള ലൈസൻസ് ഇല്ല.
പക്ഷെ നമുക്ക് നമ്മുടെ ആളുണ്ട്, അവരെ കൊണ്ടാണ് ഈ റേഡിയേറ്ററൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത് മാറ്റി പിടിപ്പിച്ചത്. പിന്നെ ലൈറ്റുകളൊക്കെ നമ്മൾ ജസ്റ്റ് പിടിപ്പിക്കും. അതിനകത്തെ വയറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ സർട്ടിഫൈഡ് ആൾക്കാരെ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യ പ്രോപ്പർട്ടീസ് നിങ്ങൾ ഈ ഇന്റീരിയർ വർക്ക് മാത്രമേ ഉള്ളൂ അതോ വീടിന് പുറത്തുള്ള? ഞാനിപ്പം തുടങ്ങിയ സമയത്ത് ഇന്റീരിയർ വർക്ക് അങ്ങനെ വളരെ കുറവായിരുന്നു. പുറത്ത് ഗാർഡൻ വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. ബാക്കി ലാൻഡ്സ്കേപ്പിങ്ങും അതുപോലെ തന്നെ ഷെഡിനുള്ള കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുക, പിന്നെ ഫ്രണ്ടിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുക, പിന്നെ പെയിന്റിങ്. അതുപോലെ ഈ ബ്ലൈൻഡിന്റെ കാര്യം ചോദിക്കും, ഇത് വേറെ ആളാണ് ഇവിടെ. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് അനീഷ് പറഞ്ഞായിരുന്നു, എനിക്ക് തിരക്കായിരുന്നു. ഒത്തിരി വീടുകൾക്ക് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ പുതിയ വീടിനാണെങ്കിലും ഈ ഹെൽത്ത് ഫോസറ്റ് അവർ ചിലപ്പം കണക്ഷൻ ഇട്ടിട്ടുണ്ടാകത്തില്ല ചില ബിൽഡേഴ്സ്. ഇപ്പം ഞാനൊക്കെ വീട് മേടിച്ചപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അവർ തന്നെ ഫിറ്റ് ചെയ്ത് തരുമായിരുന്നു. ഇപ്പോൾ നമ്മൾ മലയാളികൾക്ക് അതൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യമല്ലേ, അപ്പോൾ അത് ഇല്ലാത്ത ഒരു വീട്ടിലാണെങ്കിൽ നിങ്ങൾ അത് ചെയ്തു കൊടുക്കാം. തീർച്ചയായും. ഇപ്പം ഇവിടെ തന്നെ ആയാലും അങ്ങനെ ഒരു പൈപ്പ് ലൈൻ കൊടുത്തിട്ടില്ലായിരുന്നു. നമ്മൾ ടൈല് ഒട്ടിക്കാത്ത ആണെങ്കിൽ ബാത്റൂം ആണെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു പോസിബിൾ ഉള്ള കാര്യമുണ്ട്. അതുപോലെ നിങ്ങൾ വാട്ടർഫോർഡ് ബേസ്ഡ് ആണ്, എവിടെയൊക്കെയാണ് നിങ്ങൾ പരമാവധി നിങ്ങളുടെ സർവീസസ്? തീർച്ചയായും. ഇപ്പം മാറ്റാൻ ക്ലോസ് ആയിട്ട് ഞങ്ങൾ ഇത് ചെയ്തതിനു ശേഷം ബ്ലൂ ചിപ്പ് ചെയ്തതിനു ശേഷം ഞങ്ങൾക്കിപ്പം ഒത്തിരി വർക്കുകൾ കൂർക്കി കിട്ടി. ഞങ്ങളിപ്പോൾ 2 വർക്ക് അവിടെ ചെയ്തോളൂ. ഇപ്പം ഞങ്ങൾക്ക് അവിടെ ആവശ്യത്തിന് വർക്കുകളായി. നമ്മുടെ വർക്കുകൾ കണ്ട് ഇഷ്ടപ്പെട്ട് അവർ ഒത്തിരി പേര് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, മാറ്റാൻ ക്ലോസ് ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. വാട്ടർഫോർഡുമായിട്ട് അടുത്ത് നമ്മളെ വിളിക്കുന്ന വെച്ചാൽ നമുക്ക് അവിടെ വരെ ചെയ്യാനുള്ള ഒരു സമയമില്ലായ്മയാണ് ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ. അതുപോലെ മാറ്റൻ ക്ലോസിൽ ഏതൊക്കെ രീതിയിലുള്ള പ്രൊഡക്ട്സ് ആണ് അവർ വിൽക്കുന്നത്? ഇപ്പൊ എനിക്ക് അവിടെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ടൈലിനെ കുറിച്ചാണ് അവർക്ക് അറിയാവുന്നത്. ടൈലിന് പുറമെ എന്തൊക്കെയാണ്? കൂടാതെ ടൈലുണ്ട്, വുഡൻ പാനലുണ്ട്, പിന്നെ TV പാനലിന്റെ പാനലുണ്ട്. അതുകൂടാതെ അവർക്ക് ബ്ലൈൻഡ് ഉണ്ട്. അതുകൂടാതെ സാനിറ്ററി ഐറ്റങ്ങൾ അവർ ഇത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഡെലിവറിയും അതുപോലെ നിങ്ങൾ വർക്കേഴ്സും അതെ ഇതുപോലെ എനിക്ക് ഏകദേശം ഒരു 3 പേര് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് മാറ്റാൻ ക്ലോസിയുടെയും ആൾക്കാരുണ്ട്. ഞങ്ങൾ മിക്സ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പം ഇവിടെ വാട്ടർഫോർഡ് അറ്റ് ദ മൊമെന്റ് നിങ്ങൾ ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണോ? ഇപ്പം ഞങ്ങളുടെ കോർക്കിലെ 2 വർക്കുകൾ കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഈ എസ്റ്റേറ്റിൽ തന്നെ ഏകദേശം ഒരു 4-5 വീടുകളുണ്ട്. അത് കീ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. മുന്നേ ഞങ്ങൾക്ക് ചെയ്യേണ്ട കുറേ വർക്കുകളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നല്ല തിരക്കാണ്, നല്ല തിരക്കുള്ള സമയത്തിലേക്ക് മാറി. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വാട്ടർഫോർഡ് ഉള്ള മാറ്റാൻ ഗ്ലോസി ബ്ലൂ ചിപ്പ് ടൈൽ ഫെറി ബാങ്കിലുള്ള അവിടെ നിന്ന് നിങ്ങൾ സന്ദർശിക്കുക. ടൈലൊക്കെ സെലക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആദ്യ പ്രോപ്പർട്ടീസിന്റെ സേവനങ്ങളോട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾ ഇൻ വൺ നിങ്ങൾക്കൊരു കീ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ എല്ലാ വർക്കുകളും ഒരാൾക്ക് തന്നെ കൊടുക്കാം. വേറെ പല പണിക്കാരെ അന്വേഷിച്ച് നടക്കേണ്ട ബുദ്ധിമുട്ടില്ല. വാട്ടർഫോർഡ് അടുത്തിട്ടുള്ള കൗണ്ടികളാണ് ഇപ്പോൾ അവർ അവരുടെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ ബൈ.